ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ പലരും രാവിലെ എണീക്കുന്നത്, ഓ ഇന്ന് നേരം വെളുത്തല്ലോ, ഓഫീസിൽ പോണമല്ലോ, കോളേജിൽ പോണമല്ലോ, ഇങ്ങനെയുള്ള മടുപ്പിക്കുന്ന ചോദ്യങ്ങളോടുകൂടെയാണ് അല്ലേ? സത്യത്തിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ കഴിയാത്തതാണ്. പാഷൻ വേണോ, അതോ പണം വേണോ, അതോ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, ഇങ്ങനെയുള്ള ഒരുപാട് നൂറുകണക്കിന് കൺഫ്യൂഷനുകളുടെ ഇടയിൽപ്പെട്ട് നട്ടം തിരിയുന്ന ആളുകളാണ് നമ്മളിൽ പലരും. എന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യന്മാരുണ്ട്. അവർക്ക് പക്ഷേ ഇത്തരം കൺഫ്യൂഷനുകളൊന്നുമില്ല. അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അവർക്ക് അവരെന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു രഹസ്യം അല്ലെങ്കിൽ ഇവർക്ക് ഈ ധാരണ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഇത്തരത്തില് ഇതിന്റെ ഒരു രഹസ്യം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഹെക്ടർ ഗാർഷിയും ഫ്രാൻസിസ് മിറാലസും ചേർന്ന് എഴുതിയ ഇക്കിഗായ്. ഇത് ഒരു സെൽഫ് ഹെൽപ്പ് കാറ്റഗറിയിൽ വരുന്ന പുസ്തകമാണ്. പക്ഷേ ഇത് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറയുന്ന ദ്വീപിലെ 100 വയസ്സ് പിന്നിട്ട ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര പോലെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇക്കിഗായ് ഈ ഒരു പേര് തന്നെ ഇത്തിരി കൗതുകം ഉണർത്തുന്ന പേരാണല്ലേ? ഇക്കിഗായ് എന്ന് പറയുന്നത് ആക്ച്വലി ജാപ്പനീസ് പദമാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള കാരണം എന്നാണ്. എന്നാൽ ഇതിന് ഒരുപാട് ലെയറുകൾ ഉണ്ട്. അത് ഈ പുസ്തകം വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും. അതായത് ഇപ്പോൾ പാഷൻ, മിഷൻ, വൊക്കേഷൻ, പ്രൊഫഷൻ ഇങ്ങനെ 4 ഘടകങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയിലാണ് ഒരാൾ തന്റെ ഇക്കിഗായ് കണ്ടെത്തുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടാകും. എന്നാൽ ലോകത്തിന് ആവശ്യമുള്ള ഒരു കാര്യം ഉണ്ടാകും. നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും. നിങ്ങൾക്ക് ചെയ്യാൻ മിടുക്കുള്ള കാര്യം ഉണ്ടാകും. ഇത് 4ഉം കൂടിച്ചേർന്ന ഇടത്താണ് ശരിക്കുമുള്ള ഒരു മനുഷ്യന്റെ സംതൃപ്തി കുടികൊള്ളുന്നത്. ഈ 4 മേഖലകളെയും ഏകോപിപ്പിക്കുന്ന വെൻ ഡയഗ്രം ഒക്കെ ഉപയോഗിച്ച് വളരെ ലളിതമായിട്ട് ഗ്രന്ഥകർത്താക്കള് ഈ ഒരു ആശയം വളരെ ലളിതമായിട്ട് ഈ ഒരു പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊക്കെ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാല് ഇതില് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്നെങ്കില് പ്രൊഫഷൻ, അല്ലെങ്കില് പാഷൻ, അല്ലെങ്കിൽ മിഷൻ, അതല്ലെങ്കില് വൊക്കേഷൻ. അപ്പോ ഇവിടെ വരുമ്പോഴത്തേക്കും അതായത് ഏതെങ്കിലും ഒന്നില് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാല് കഠിനമായ അസംതൃപ്തിയാണ്. അപ്പോ ആധുനിക മനുഷ്യരുടെ അസംതൃപ്തിക്ക് കാരണം എന്താണ് എന്ന് ഇവിടെ വ്യക്തമാക്കി തരികയാണ് എഴുത്തുകാര് ചെയ്യുന്നത്. അപ്പം 4 ഘടകങ്ങളെയും വിജയകരമായിട്ട് സംയോജിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവില്ല. മരണം വരെ കാരണം അവര് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അതായത് കംപ്ലീറ്റ് ആയിട്ട് അവര് കർമ്മനിരതരായിട്ടിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു നിരീക്ഷണം ഈ ഒരു പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തോട്ട് ആയിട്ട് എനിക്ക് തോന്നി. മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ബ്ലൂ സോണുകളാണ്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെന്റിനേറിയൻസ് ജീവിക്കുന്ന ബ്ലൂ സോണുകളെ കേന്ദ്രീകരിച്ച് ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ആളുകൾ ഇവരുടെ ഒരു റിസർച്ച് ഒക്കെ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പഠനമൊക്കെ നടത്തുന്നത്. അപ്പൊ അത്തരത്തിൽ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണ്, അവരുടെ ഒരു ഭക്ഷണക്രമം, അവരുടെ ഒരു സോഷ്യൽ റിലേഷൻസ്, സാമൂഹിക ബന്ധങ്ങള് ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ള വിശദമായിട്ടുള്ള ചർച്ച ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒക്കിനാവയിലെ ഒഗീമി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമം അറിയപ്പെടുന്നത് ശതായുസ്സുകളുടെ ഗ്രാമം എന്നാണ്. അതായത് 100 വയസ്സ് പിന്നിട്ട ആളുകളുടെ 100 വയസ്സും അത് പിന്നിട്ട ആളുകളും ഉള്ള ഒരു ഗ്രാമം എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു സംഖ്യ മാത്രമാണ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയില്ലേ? അത് ശരിക്കും ഫലവത്തായിരിക്കുന്നത് ഈ ഒരു ഗ്രാമത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ്. അപ്പൊ ഇത് തെളിയിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. കാരണം എന്തെന്ന് വെച്ചാല് ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ ജനങ്ങള് വളരെയധികം ഈ ഒരു പ്രായാധിക്യത്തിലും അതിന്റെ വിഷമതകളൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടിയും ഊർജ്ജസ്വലതയോടു കൂടിയും ഒക്കെയാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാരണം അന്വേഷിക്കുന്ന ഗ്രന്ഥകർത്താക്കൾ പറയുന്നത് ഇവർക്ക് വ്യക്തമായ ഒരു ഇക്കിഗായി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾക്കും അപ്പുറം ജീവിതത്തോടുള്ള ഒരു സമീപനമുണ്ട് ഇവരുടെ. ആ ഒരു സമീപനമാണ് ഇവരുടെ ഒരു ലോങ്ജിവിറ്റി അല്ലെങ്കിൽ ആയുർദൈർഘ്യം നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പം മോഡേൺ മെഡിസിന്റെ കണ്ടെത്തലുകളെക്കാളും വളരെ ലളിതമായിട്ടുള്ള ജീവിതശൈലിയും പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു രീതിയും ഒക്കെയാണ് ഇവരിവിടെ ഫോളോ ചെയ്യുന്നത്.
അപ്പൊ ഇത്തരത്തില് പ്രാദേശികമായിട്ടുള്ള ഒരുപാട് ട്രഡീഷണൽ അറിവുകളുണ്ട്. ഈ അറിവുകളെ ലോകത്തിലെ മറ്റുള്ള ആളുകൾക്കും എങ്ങനെ പ്രയോജനപ്രദമാകുന്ന രീതിയില് ഉപയോഗിപ്പിക്കാം, അല്ലെങ്കിൽ അവരിലേക്ക് അത് എങ്ങനെ സന്നിവേശിപ്പിക്കാം, ഇങ്ങനെയുള്ള ചർച്ചകളിലാണ് ഈ ഒരു പുസ്തകം രൂപപ്പെടുന്നത് തന്നെ. ജപ്പാനിലെ ദീർഘായുസിന്റെ ഒരു പ്രധാനപ്പെട്ട രഹസ്യങ്ങളിൽ ഒന്നായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നത് ഹരാ ഹച്ചിബു എന്ന് പറയുന്ന ഒരു ഭക്ഷണ രീതിയാണ്. അതായത് നമ്മളുടെ വയറ് 100% ആകുന്നത് വരെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഏകദേശം ഒരു 80% നിറയുന്നത് വരെ മാത്രം ഭക്ഷണം കഴിക്കുക. ബാക്കി 20% ഒഴിച്ചിടുക. ഈ ഒരു ലളിതമായിട്ടുള്ള തത്വം ഫോളോ ചെയ്യുന്നവരാണ് ഇവര്. എന്നാൽ ഇത് വളരെ ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു തത്വമാണ്. കാരണം എന്തെന്ന് വെച്ചാല്, നമ്മള് ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ദഹന പ്രക്രിയയെ അത് മന്ദഗതിയിലാക്കും. നമ്മളുടെ കോശങ്ങളുടെ ഓക്സിഡേഷനെ അത് ത്വരിതപ്പെടുത്തും. അപ്പം ഇത് നമ്മളുടെ മോഡേൺ മെഡിസിനും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇവരിവിടെ ഫോളോ ചെയ്യുന്നത് ഈ ഹരാ ഹജിബു എന്ന് പറയുന്ന രീതിയും, അതുപോലെ തന്നെ കലോറിയൊക്കെ കുറഞ്ഞ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാര രീതിയും ഒക്കെയാണ്. അപ്പോ ഒക്കിനവക്കാരന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് റെയിൻബോ ഡയറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. എന്ന് വെച്ചാല് റെയിൻബോ മഴവില്ലിന്റെ നിറത്തിലുള്ള ഭക്ഷണ രീതി. എന്തെന്ന് വെച്ചാൽ ആഹ്, ഒരുപാട് നിറങ്ങളൊക്കെ ഉള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണക്രമം ഇവര് ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇത്തരം നിറങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റുകൾ നിറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഇവര് ഭക്ഷണം കഴിക്കുന്നത് വിശപ്പടക്കാൻ മാത്രമല്ല, അത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പ്രവൃത്തി പോലെയാണ് ഇവര് ഫോളോ ചെയ്യുന്നത്. ഒരു മെഡിറ്റേഷൻ പോലെയാണ് ഇവരതിനെ കാണുന്നത്. അപ്പം മിതത്വം പാലിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഉത്പാദനം നിയന്ത്രിക്കാനും അതുവഴി വാർദ്ധക്യത്തെ തടയാൻ കഴിയുമെന്നും ഇവര് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആശയം ഗ്രന്ഥം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്നെന്ന് വെച്ചാല്, ജാപ്പനീസ് സംസ്കാരം അവര് സമൂഹത്തിന് നൽകുന്ന ഒരു പ്രാധാന്യമാണ്. ഇപ്പൊ വെസ്റ്റേൺ കൾച്ചറിലൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡിവിജ്വലിസത്തിനും അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ജീവിത രീതിക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അവര് ഒരു സോഷ്യൽ ലൈഫിന് അങ്ങനെ ഓവർ സ്ട്രെസ് കൊടുക്കാറില്ല. പക്ഷേ ജാപ്പനീസ് സംസ്കാരം എന്ന് പറയുന്നത് അവര് സാമൂഹിക ജീവിതത്തിന്, ഒരു കമ്മ്യൂണൽ ലൈഫിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന മൊവായ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് പൊതുവായിട്ടുള്ള താല്പര്യങ്ങളുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂട്ടമാണ് മൊവായ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു വൈകാരികമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതമൊക്കെ അതിലെ അംഗങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കൂട്ടായ്മ കൂടെയാണ്. കാരണം ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം എന്തെന്ന് വെച്ചാല്, ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. അപ്പം ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് ആക്ച്വലി പുകവലിയേക്കാൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഗ്രന്ഥകർത്താക്കൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നമ്മൾ പരസ്പരം സഹായിക്കാനും ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരാനും ദുഃഖങ്ങളിലൊക്കെ താങ്ങാകാനും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ വളരെയധികം സഹായിക്കുമെന്നതാണ്. അപ്പോൾ ഇവിടെ ഒക്കിനാവയിലെ ജനങ്ങൾ എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവര് വില്ലിങ് ആണ്. അവർ പരസ്പരം സഹായിക്കാൻ വില്ലിങ് ആണ്. ഒരുമിച്ച് ആഘോഷങ്ങളിൽ പങ്കുചേരാൻ വില്ലിങ് ആണ്. അതുപോലെ അവർക്ക് അവരുടെ ദുഃഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനും എപ്പോഴും ഒരു ഗ്രൂപ്പ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ശക്തമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുകയും മാത്രമല്ല രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അയൽപക്ക ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഇക്കിഗായുടെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് ഈ പുസ്തകത്തിൽ വളരെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു മൊബൈൽ ഫോൺ യുഗത്തിൽ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന മാനുഷിക ബന്ധങ്ങളുണ്ട്. ഇതിനെയൊക്കെ തിരിച്ചു പിടിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെ പറ്റി ഈ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള മിഹാലിയുടെ ഫ്ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു ആശയത്തിനെ ഇക്കിഗായിയുമായി ബന്ധിപ്പിക്കുന്ന ചില അധ്യായങ്ങൾ ഈ ഒരു പുസ്തകത്തിലുണ്ട്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മീൻസ് അധ്യായങ്ങളാണ്. ഇപ്പം നമ്മളൊരു പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ടും മുഴുകി സമയബോധം പോലും നഷ്ടപ്പെട്ടു വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് ആക്ച്വലി ഫ്ലോ എന്ന് പറയുന്നത്. ചിലർ വർക്ക് ചെയ്യാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഫ്ലോ ഉണ്ടാവും. അവരതിൽ തന്നെ മുഴുകിയിരിക്കും. ഭക്ഷണം കഴിക്കാൻ മറന്നു പോകും, സമയം എത്രയായി എന്ന് മറന്നു പോകും. അതുപോലെ ആർട്ടിസ്റ്റുകൾ, അവർക്കൊക്കെ ആ ഒരു ഫ്ലോ ഉണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരുതരം ഏകാഗ്രതയും ആനന്ദവും ഒക്കെ കിട്ടാറുണ്ട്. അതാണ് ആക്ച്വലി ഇക്കിഗായിന്റെ ഒരു പ്രാക്ടിക്കൽ ഫോം എന്ന് പറയുന്നത്. ജോലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും വിരസത അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഈ ജോലിയിൽ വിരസത അനുഭവപ്പെടാതെ അതിൽ ആനന്ദം കണ്ടെത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു നിർദ്ദേശങ്ങൾ ഈ ഒരു പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പം വെല്ലുവിളികളും കഴിവും
അതൊക്കെ തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയിലാണ് നമുക്ക് ഈ പറഞ്ഞ ഫ്ലോ അനുഭവപ്പെടുന്നത്. അമിതമായിട്ടുള്ള ഒരു ചലഞ്ചൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ആങ്സൈറ്റി കൂടും. ഇപ്പോ വളരെ കുറഞ്ഞ രീതിയിലുള്ള ചലഞ്ചാണ് നമുക്ക് നേരിടേണ്ടി വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബോർഡ് ഉണ്ടാക്കും. അപ്പോൾ മൈക്രോ ഫ്ലോ എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മൈക്രോ ഫ്ലോയിലൂടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എങ്ങനെ ആനന്ദം കണ്ടെത്താമെന്ന് ഈ പുസ്തകം എഴുതിയിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കി നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊരു സംഗതിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇവരിൽ റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ പറ്റി ഇവർ സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികളെ നേരിടാനുള്ള മാനസികമായിട്ടുള്ള കരുത്തും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവും ഒക്കെ ഈ പറഞ്ഞ ജാപ്പനീസ് ഇക്കിഗായിന്റെ ഭാഗമാണ്. ഇതിനെ നമ്മൾ റെസിലിയൻസ് അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള കഴിവ് എന്ന് വിളിക്കാറുണ്ട്. അപ്പം ജാപ്പനീസ് ഒരു തത്വചിന്തയുണ്ട്. അത് വാബി സാബി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഈ വാബി സാബിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇപ്പം പലരും പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും. പക്ഷേ അപൂർണതയിൽ സൗന്ദര്യം കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും വരുന്നത്. മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് തിരിച്ചറിയുക. ഇതൊക്കെയാണ് ഈ വാബി സാബിന്റെ പ്രധാന കാതൽ എന്ന അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന ആശയങ്ങൾ. ഇപ്പോൾ ഒക്കിനാവയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഇവര് പ്രശ്നങ്ങളെ നേരിടുന്നത് പരാതികളില്ലാതെയും എന്നാൽ ഒരു ഒപ്റ്റിമിസത്തോടു കൂടെയാണ്. ഇപ്പം ബുദ്ധിസത്തിന്റെയും സ്റ്റോയിസത്തിന്റെയും ഒക്കെ സ്വാധീനം ഇവരുടെ ഒരു ജീവിത വീക്ഷണത്തിൽ പ്രകടമാണെന്ന് എഴുത്തുകാരൻ നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല വൈകാരികമായ തിരിച്ചടികൾ വരുമ്പോഴത്തേക്കും പലപ്പോഴും തകർന്നു പോകാതെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഇക്കിഗായി നൽകുന്നുണ്ട്. ആന്റി ഫ്രിജിലിറ്റി എന്ന് പറയുന്ന നാസിം താലിബിന്റെ ഒരു ആശയം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രതിസന്ധികളിലൂടെ കൂടുതൽ ശക്തരാകുക എന്നുള്ളതാണ് ഈ ആന്റി ഫ്രിജിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ പലപ്പോഴും ഈ വർക്കൗട്ടുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ പലപ്പോഴും വർക്കൗട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡിനെ കുറിച്ചും ബോഡിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ജിമ്മിലെ വളരെ ബുദ്ധിമുട്ടേറിയ ട്രെയിനിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഒരു വർക്കൗട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു പുസ്തകത്തിൽ കഠിനമായിട്ടുള്ള ഇത്തരം വ്യായാമ മുറകൾക്ക് പകരം ശരീരത്തെ എപ്പോഴും ചലിപ്പിച്ച് നിർത്തുന്ന ചെറിയ ചെറിയ ദിനചര്യകളാണ് ഇവര് ഈ ഒക്കിനാവയിലെ ആളുകൾ പിന്തുടരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പോകും. അവർ ആക്ച്വലി സിക്സ് പാക്ക് ബോഡിയൊക്കെ ബിൽഡ് ചെയ്യുന്നതിൽ ഫോക്കസ് കൊടുക്കാറില്ല. പകരം നടക്കുക അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ ചെയ്യുന്നതിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ജപ്പാനിൽ വ്യാപകമായിട്ടുള്ള റേഡിയോ തൈസോ പോലുള്ള ചില വ്യായാമങ്ങളുണ്ട്. അത് ആക്ച്വലി ചെറിയ ചെറിയ വ്യായാമങ്ങളാണ്. ഇത് നമ്മളുടെ സന്ധികളുടെയൊക്കെ വഴക്കത്തിനും രക്തയോട്ടത്തിനും ഒക്കെ സഹായിക്കുന്ന തരം വ്യായാമങ്ങളാണ്. ഇപ്പം മണിക്കൂറുകളോളം ഒരിടത്തിരുന്ന് ജോലി ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതാണ് നമ്മൾ പലരും ഇപ്പം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ്‌വെയർ രംഗത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഓഫീസ് വർക്കുകൾ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും അവർ പിന്തുടരുന്ന ഒരു രീതി എന്ന് പറയുന്നത് മണിക്കൂറുകളോളം ഇരുന്ന് ഒരേ സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു രീതി ശരീരത്തിന് വളരെ ദോഷകരമാണെന്ന് ഈ പുസ്തകം അടിവരയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ ചെറിയ ചലനങ്ങൾ വളരെ എസൻഷ്യൽ ആണെന്നും പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഒക്കിനവയിലെ പ്രായമായിട്ടുള്ള ആളുകൾ ഇവരുടെ തോട്ടങ്ങളിൽ പണിയെടുക്കുകയും നടക്കാൻ ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ഇവര് എക്സസൈസിന്റെ ഭാഗമല്ല, മറിച്ച് ഇവരുടെ ഒരു ദിനചര്യയുടെ ഭാഗമാണെന്നുള്ളതാണ്. അപ്പൊ ഇത്തരം പ്രകൃതിദത്തമായിട്ടുള്ള ചലനങ്ങൾ ജിമ്മിലെ വ്യായാമത്തെക്കാളും വളരെ ലോങ് ടേമിൽ നമുക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നതായിട്ടും ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇപ്പം സെഡന്ററി ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ജീവിത രീതി പിന്തുടരാനായിട്ടാണ് ഇക്കിഗായി അവര് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിനെ ഒരു സെഡന്ററി ലൈഫിൽ നിലനിർത്താതെ അപ്പൊ ഈ ഒരു സെഡന്ററി ലൈഫ് പലപ്പോഴും രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതിനെ മറികടക്കാനുള്ള ഒരു ശൈലിയാണ് ഇക്കിഗായി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഇവര് നിർദ്ദേശിക്കുന്നത്. പിന്നെ സ്ലോ ഫ്ലോ അല്ലെങ്കിൽ സ്ലോ ലിവിങ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് നമ്മൾ തിരക്ക് പിടിച്ച ഒരു ജീവിത രീതിയിൽ നിന്ന് മാറിയിട്ട് സാവധാനത്തിലുള്ള ഒരു ജീവിതത്തിന്റെ ഒരു ഗ്ലോറി അല്ലെങ്കിൽ ഒരു മഹത്വം എന്ന് പറയുന്നത് ഈ കൃതി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ക്രോണിക് സ്ട്രെസ്സ് നമ്മളുടെ കോശങ്ങളുടെ ഒരു പ്രായമാകൽ പ്രക്രിയയെ വേഗത്തിലാക്കുകയും നമ്മുടെ ആയുസ് കുറയ്ക്കുകയും ചെയ്യാറുണ്ട്. ഒക്കിനാവയിലെ ജനങ്ങൾ അവർ സമയം നോക്കി ഓടുന്നവരല്ല, മറിച്ച് ഓരോ നിമിഷവും അവർ ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പം ധ്യാനം, യോഗ അല്ലെങ്കിൽ
പ്രകൃതിയുമായിട്ടുള്ള സഹവാസം ഇതിലൂടെയൊക്കെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് അവർക്ക് പലപ്പോഴും കഴിയാറുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ സ്ട്രാറ്റജികളുണ്ട്. ഇപ്പം നമ്മളുടെ ഒരു ഡിജിറ്റൽ ഡിസ്ട്രാക്ഷനൊക്കെ ഒഴിവാക്കിയിട്ട് മൈൻഡ്ഫുൾനെസ് ശീലിക്കാനായിട്ട് ഈ ഒരു പുസ്തകം പറയുന്നുണ്ട്. മാത്രമല്ല സ്ട്രെസ്സ് കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ ഹോർമോണിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനും സന്തോഷം കണ്ടെത്താനും ഒക്കെ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഒഴിവാക്കുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിലിംഗ് ഈ ഒരു പുസ്തകം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ലോഗോ തെറാപ്പി എന്ന് പറയുന്നത്. വിക്ടർ ഫ്രാങ്ക്ലിനിലെ ലോഗോ തെറാപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയും അതിനെ ഇക്കിഗായുമായി ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ എഴുത്തുകാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ആശയപരമായ സമാനതകളാണ് അവർ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ് ലോഗോ തെറാപ്പീൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇക്കിഗായുടെയും കാതൽ. ഇപ്പം നാസി തടങ്കൽ പാളയങ്ങളിൽ പോലും അതിനെപ്പോലും അതിജീവിച്ച ഫ്രാങ്ക്ലിൻ്റെ അനുഭവങ്ങളെ ഇവര് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലക്ഷ്യബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാം എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ഇക്കിഗായി എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. പിന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അതായത് സർക്കിൾ ഓഫ് കൺട്രോൾ എന്നാണ് പറയുന്നത്. ആ സർക്കിൾ ഓഫ് കൺട്രോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഈ പുസ്തകം നമ്മളെ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്ന മേജർ കൺസെപ്റ്റുകൾ. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് സങ്കീർണമായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളെയൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ജപ്പാനിലെ പല സ്ഥലങ്ങൾ അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലെ ആളുകളും ഇക്കിഗായി കണ്ടെത്തിയവരാണെന്നോ അല്ലെങ്കിൽ എല്ലാവരും സന്തുഷ്ടരാണെന്നോ ഉള്ള ഒരു ജനറലൈസേഷൻ പലപ്പോഴും പുസ്തകത്തിൽ കടന്നു വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, യഥാർത്ഥത്തിൽ ജപ്പാനിൽ ഉയർന്ന ആത്മഹത്യാ നിരക്കും ജോലി സമ്മർദ്ദവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒക്കിനാവയിലെ ഒരു സവിശേഷമായ സാഹചര്യം മറ്റ് രാജ്യങ്ങൾ അതേപടി പകർത്തി അവർക്ക് അങ്ങനെ എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതും നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നാലും ഗവേഷണങ്ങളുടെയും അഭിമുഖത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ഗ്രന്ഥകർത്താക്കൾ നൽകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ആധികാരികമായിട്ട് അല്ലെങ്കിൽ ഓഥന്റിക് ആണ്. അത് നമുക്ക് വിശ്വസനീയമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരി വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ആമുഖ ഗ്രന്ഥം എന്നുള്ള ഒരു രീതിയിൽ ഇക്കിഗായി എന്ന് പറയുന്ന ആശയത്തിനെ ലോകത്തെ പരിചയപ്പെടുത്തുന്നതിൽ പൂർണ്ണമായിട്ടും ഈ ഒരു പുസ്തകം വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം എന്നുള്ളതാണ്. ഇത് കേവലം ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്ന സംഗതിയിൽ മാത്രം ഒതുക്കി നിങ്ങൾ വായിക്കേണ്ട ഒരു സംഗതിയല്ല. മറിച്ച് ഒരു മനുഷ്യന്റെ നമ്മുടെ ഒരു ഇന്നർ സംതൃപ്തി എന്നൊക്കെ പറയില്ലേ, ഒരു ആന്തരിക സംതൃപ്തി, ആ ഒരു സംഗതിയെ പറ്റിയുള്ള ഒരു അന്വേഷണമായിട്ടാണ് നമ്മൾ ഈ ഒരു പുസ്തകത്തിനെ കാണേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയൽ ആസ്പെക്റ്റുകൾക്കും അതുപോലെ തന്നെ നമ്മളുടെ പൊസിഷനുകൾക്കും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള പുതിയ തലമുറയിലെ മനുഷ്യന്മാർക്ക് ജീവിതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കാന് ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ല ഭക്ഷണത്തെക്കുറിച്ച്, ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ച്, നല്ല സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ച്, ലക്ഷ്യബോധത്തോടുകൂടെയുള്ള ഒരു ജീവിതം എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താനാവുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഈ ഒരു പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു മികച്ച വായനാനുഭവം നൽകുന്ന ഒരു പുസ്തകമായിരിക്കും ഇത്. മറ്റൊരു പുസ്തകവുമായി ഇനി ഒരിക്കൽ കാണാം. അതുവരേക്കും നമസ്കാരം.